നിങ്ങൾ ചവിട്ടിത്താഴ്ത്തുകയല്ലേ സർക്കാരെ, അതുകൊണ്ടല്ലേ അവർ കരഞ്ഞുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞ് കോവളം MLA രണ്ടാം ദിവസം സഭയിൽ തകർക്കുകയാണ്. ഈ ധനാഭ്യർത്ഥനയെ ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം സെക്കൻഡിൽ തന്നെ അടുത്ത വെടി പൊട്ടിച്ചു വിൻസെന്റ്. പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ ഓരോന്നോരോന്നായി അക്കമിട്ട് നിരത്തുന്നത് ഒന്ന് കാണാം. ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെ കുറിച്ച് പാർട്ടി സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അഭിമാനത്തോടുകൂടി പറഞ്ഞു സാറ് ഒരു പാനൽ അവതരിപ്പിക്കുക, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുക, കുറെ പേര് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുക, ഇതാണോ സാർ ഒരു തെരഞ്ഞെടുപ്പ്? ഇതാണ് സാർ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അങ്ങേ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സാർ. ഈ സപ്ലിമെന്ററി ഡിമാൻഡ് തന്നെ അപ്രസക്തമാവുകയാണ് സാർ. കഴിഞ്ഞ പദ്ധതിയിലാകെ തന്നെ പകുതിയിലേറെയും വെട്ടിക്കുറവ് നടത്തിയിട്ട് ഇപ്പൊ വീണ്ടും വന്നിട്ട് വീണ്ടും സപ്ലിമെന്ററി ഡിമാൻഡിന് വേണ്ടി വരുന്നത് സാർ, ഇതൊരു വെറുമൊരു ചടങ്ങായിട്ട് ഇത് മാറുകയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സാർ. ഇവിടെ സാർ, ഇന്ന് കേരളത്തിലെ തീരദേശ മേഖലയെയും മത്സ്യത്തൊഴിലാളികളെയും ആകെ തന്നെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നതാണ് കടൽ മണൽ ഖനനം. സാർ, ഈ കടൽ മണൽ ഖനനത്തിനെതിരായിട്ട് ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവാണ് ഈ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് സാർ. അത് ഫെബ്രുവരി 10-നാണ് സാർ. മുഖ്യമന്ത്രി ഒരു പ്രമേയം അവതരിപ്പിച്ചു, നമ്മളെല്ലാം പാസ്സാക്കി. പക്ഷെ അത് മാർച്ച് 4-നാണ് സാർ. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ട് സഭ ഈ കാര്യം ചർച്ച ചെയ്ത് പ്രമേയം പാസ്സാക്കുന്നില്ല എന്ന പ്രതിഷേധത്തിന് ശേഷമാണ് സാർ. ഇടതുപക്ഷ സംഘടനകളും UDF-ന്റെ സംഘടനകളും തീരദേശങ്ങളിൽ സമരത്തിലാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള, സർക്കാരിന്റെ നിലപാടിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും സർവകക്ഷി സംഘത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് സാർ. മൈനിംഗ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിലേക്ക് വന്നു. ജനുവരി 10-ന് തിരുവനന്തപുരത്ത് അവലോകന യോഗം നടത്തി. 11-ന് കൊച്ചിയിൽ ബിഡ് യോഗം, റോഡ് ഷോ നടത്തി. ഇത് രണ്ടിലും പങ്കെടുക്കുകയും കൂടെ നടക്കുകയും ചെയ്ത വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷ്, അദ്ദേഹം ആ യോഗത്തിൽ ആവശ്യപ്പെട്ടത് കടൽ മണൽ ഖനനം നടത്തിയിട്ട് മുഴുവൻ പൈസയും കേന്ദ്രം കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു സാർ. ഇത് സർക്കാരിന്റെ നിലപാടാണോ? അങ്ങനെ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ ഭാഗം തെളിയിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ. ഇവിടെ എനിക്ക് പറയാം, പൊഴിയൂരിലെ മത്സ്യബന്ധന തുറമുഖം, അവിടെ അത് കേന്ദ്രത്തിന്റെ അനുമതി ആയിട്ടില്ല. പക്ഷേ ഗവൺമെന്റ് ഒരു 5 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരുന്നു. അതിന് 65 മീറ്റർ പുലിമുട്ട് നിർമ്മിക്കുകയാണ് സാർ. അവിടെ പുലിമുട്ട് നിർമ്മിച്ച് തീരം സംരക്ഷിക്കുകയും അവിടുത്തെ തീരദേശവാസികളെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളത് 100% നമുക്ക് യോജിപ്പാണ്. പക്ഷെ ആ പുലിമുട്ടും തുറമുഖവും നിർമ്മിച്ചു കഴിയുമ്പോൾ തൊട്ടിപ്പുറത്ത് പൂവാർ മുതൽ പുല്ലുവിള അടിമലത്തുറ വരെയുള്ള ഭാഗത്തെ സോയിൽ എറോഷൻ, തീരം നഷ്ടപ്പെട്ടു പോവുകയും മത്സ്യത്തൊഴിലാളികളുടെ ഇടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതിന് പഠനങ്ങൾ നടത്തി ഇപ്പുറത്തുള്ള തീരം സംരക്ഷിക്കുന്ന തരത്തിൽ മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാവൂ. ഇത് വലിയ ആശങ്ക പൂവാറിലും കരിങ്കുളത്തും പുതിയതുറയിലും പുല്ലുവിളയിലും എല്ലാം മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടുത്തെ തീരം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അത് സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇടതുകാലിലെ മന്തെടുത്ത് വലതുകാലിൽ കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ. മത്സ്യപ്പെട്ട് വഴി ലോൺ എടുത്തിട്ടുള്ള സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളി ഇന്ന് മത്സ്യം കിട്ടുന്നില്ല. ആ വരുമാനം വളരെ കുറഞ്ഞിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ലോൺ എടുത്തവർക്ക് ആർബിട്രേഷൻ നടപടികളും മറ്റുമായി മുന്നോട്ട് പോവുകയാണ് സാർ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിർത്തിവെക്കാനുള്ള നടപടി സ്വീകരിക്കണം സാർ. സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ, 50% മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഉള്ള സഹായം 3 വർഷമായി മുടങ്ങിയിരിക്കുകയാണ് സാർ. അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യം 6-7 സെമസ്റ്ററുകൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾ അൺഎയ്ഡഡ് സ്കൂളിൽ, പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള അൺഎയ്ഡഡ് സ്കൂളിൽ മാനേജ്മെന്റ് സീറ്റിൽ കിട്ടിയാൽ നേരത്തെ കൊടുക്കുമായിരുന്നു. ഈ വർഷം മാനേജ്മെന്റ് സീറ്റിൽ പ്രവേശിച്ചു. പൈസയൊന്നും കൊടുക്കാതെയാണ് സാർ പ്രദേശത്തുള്ള സ്കൂളിൽ ശുപാർശ ചെയ്ത് ദൂരെ പോയി പഠിക്കാതിരിക്കാൻ വേണ്ടി അഡ്മിഷൻ എടുക്കുന്ന അവർക്ക് ഉള്ള സ്കോളർഷിപ്പ്, സാമ്പത്തിക സഹായം കൊടുക്കുന്നില്ല സാർ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് ഈ വർഷത്തെ അധ്യയന വർഷം പൂർത്തിയാവുകയാണ്. ഇതുവരെ ഈ വർഷത്തെ ലംസം ഗ്രാന്റ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി, ഒരു ദുർബല ജനവിഭാഗം എന്നുള്ള നിലയിൽ പ്രത്യേകമായ ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു. അത് ഇല്ലാതായി. അത് ലൈഫിൽ ലയിപ്പിക്കുകയാണുണ്ടായി സാർ. ഭവന പുനരുദ്ധാരണ പദ്ധതി ഇല്ല, ശുചിമുറി നിർമ്മാണം ഇല്ല. അതുപോലെ തന്നെ മണ്ണെണ്ണ സബ്സിഡി സാറ്
മണ്ണെണ്ണയ്ക്ക് 40-50 രൂപയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന 25 രൂപ തന്നെയാണ് ഇപ്പോഴും മണ്ണെണ്ണ സബ്സിഡിയായി കൊടുക്കുന്നത്. സർ, മുതലപ്പൊഴിയിലെ സമരം ഇന്ന് മുതലപ്പൊഴിയിൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട വി ശശി അദ്ദേഹം ഇവിടെ ഒരു ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സർ, ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുന്നില്ല. 7 കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു. അതിൽ ആംബുലൻസ് കൊണ്ടുവരും, വന്നിട്ടില്ല. മണ്ണ് ഡ്രഡ്ജ് ചെയ്യാൻ സ്ഥിരം സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒരു ദിവസം വന്നു, പിന്നെ അടുത്ത ദിവസം ഡ്രഡ്ജർ കേടായി 6 മാസം വെറുതെ കിടന്നു. തുരുമ്പെടുത്തതിന് ശേഷം അവർ കൊണ്ടുപോയി. സർ, ഈ റോബോട്ടിക് സിസ്റ്റം കൊണ്ടുവരും അപകടത്തിൽ വരുന്നവരെ രക്ഷിക്കാൻ. റെസ്ക്യൂ ടീം ഉണ്ടാക്കി അതിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ട്രെയിനിങ് കൊടുത്ത് അതിൽ റെസ്ക്യൂ ടീം അവരെ ചേർത്ത് ഉണ്ടാക്കുമെന്ന് ഉണ്ടാക്കിയിട്ടില്ല. തീരദേശ റോഡ് സർ, 300 മീറ്റർ തീരദേശ റോഡിൽ ആകെ 100 മീറ്റർ തീരദേശ റോഡ് ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ്. സർ, 5 ബോട്ടുകൾ സ്ഥിരമായി അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു, അതും നടന്നിട്ടില്ല. സർ 10 ഹൈമാസ് ലൈറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അതില് ആകെ 3 ലൈറ്റുകൾ മാത്രമാണ്. സർ, എത്രയധികം ആളുകൾ മരണപ്പെട്ട ഒരു പ്രദേശത്ത് ഇത്രയും ലാഘവത്തോടുകൂടി ഈ കാര്യങ്ങൾ കാണരുത് എന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. സാർ, നമ്മുടെ സർ KSRTC സർ KSRTCയിൽ 44,000 തൊഴിലാളികൾ കൃത്യമായി എല്ലാ മാസവും അവസാനത്തെ വർക്കിംഗ് ഡേയിൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്നു. സർ, ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് എന്ന് അധികാരത്തിൽ വന്നോ, അധികാരത്തിന് ആദ്യത്തെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തിയത് KSRTCയിലെ തൊഴിലാളികളെയായിരുന്നു. സാർ 44,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ 22,000 തൊഴിലാളികളായി കുറഞ്ഞിരിക്കുകയാണ്. സാർ, ആ തൊഴിലാളികൾക്ക് ഈ 104 മാസമായി കൃത്യമായി ശമ്പളം കൊടുത്തിട്ടില്ല. ഇപ്പോ മന്ത്രി വന്ന് ജനുവരി 1 കൃത്യമായി ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. പത്രത്തിലെല്ലാം വന്നതാണ്. ഫെബ്രുവരി 1 കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. മാർച്ച് 1 കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. ഇനിയിപ്പോ ഏപ്രിൽ മാസം 1-ാം തീയതി കൊടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കാരണം അതിനുള്ള ചില ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്, കൊടുക്കും. പക്ഷെ ഈ ക്രമീകരണങ്ങൾ ഇതിനു മുമ്പേ ചെയ്യാമായിരുന്നതാണ് എന്നത് സർക്കാർ മറന്നുപോകരുത്. ഇപ്പോ തിരക്കിട്ട് ചെയ്യുന്നത് റഫറൻഡം വരുന്നത് കൊണ്ടാണ്. ഇത് റഫറൻഡം ശമ്പളമാണ്. ഗവൺമെന്റ് ഉറപ്പ് നൽകണം, റഫറൻഡം കഴിഞ്ഞാലും ഈ ശമ്പളം കൃത്യമായി കൊടുക്കും എന്ന് ഉറപ്പ് നൽകണം. സാർ, ജീവനക്കാരുടെ ഇപ്പോ 16 ഫിസിക്കൽ ഡ്യൂട്ടി തികയാത്തവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ജീവനക്കാരുടെ ലഭ്യത ഉറപ്പുവരുത്താനാണ് പറയുന്നത്. സാർ, ഇത്രയധികം ബദല് ജീവനക്കാരുള്ളപ്പോൾ ഈ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് ശരിയല്ല. സാർ, 16 ഫിസിക്കൽ ഡ്യൂട്ടി തികയാത്തവർക്ക് ശമ്പളം എഴുതുന്നില്ല. 2022 സെപ്റ്റംബർ മുതൽ 2024 മെയ് വരെ കോടിക്കണക്കിന് രൂപയാണ് സാർ സപ്ലിമെന്ററി സാലറിയായി ജീവനക്കാർക്ക് നൽകാനുള്ളത്. അത് അടിയന്തരമായി നൽകാനുള്ള നടപടി സ്വീകരിക്കണം. സാറ്, ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടിയ ഏണ്ട് ലീവാണ് സാർ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി നൽകണം. സാർ, PF സാർ, മാരകമായ രോഗം വന്നു പോയാലും സ്വന്തം അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിലും PF-ൽ പോയാൽ 25,000-30,000 രൂപ കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലാളികൾ ലോൺ എടുത്ത് കല്യാണം നടത്താനും വീട് വയ്ക്കാനും ലോൺ എടുത്തിട്ട് അത് ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുകയാണ്. NBR അത് ബാങ്കുകളിൽ അടയ്ക്കുന്നില്ല. എന്താണ് സ്ഥിതിവിശേഷം? ബാങ്കുകളിൽ അടയ്ക്കാത്തത് കൊണ്ട് അവർക്ക് ജപ്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സാർ, NPS ഇനത്തിൽ ജീവനക്കാരിൽ നിന്ന് പിടിച്ച പണം അടയ്ക്കുന്നില്ല. ഇതുമൂലം വളരെ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയി. കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞു, കൊട്ടാരക്കരയിൽ സമരത്തിന്റെ ഭാഗമായി യൂണിയൻകാർ എന്തെല്ലാമോ ചെയ്തു എന്ന് അദ്ദേഹം പറയും. സാറ്, 10 ബസ്സുകളുടെ വയറിംഗ് കിറ്റ് കേടായി. ആ 10 ബസ്സുകൾ എന്നാണ് ഇവിടെ മന്ത്രി പറഞ്ഞത്. സാർ, അതിൽ 9 ബസ്സും യഥാസമയം സർവീസ് നടത്തി. വയറിംഗ് കിറ്റ് കേടാക്കുന്നത് ഒരു ബസ് മാത്രമാണ് അല്പം ലേറ്റായി സർവീസ് നടത്തിയത്. സാർ, അവിടെ ഇന്നിപ്പോ CITU-കാരെ ഈ കേസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറേ, പുനലൂർ ഡിപ്പോയിലുള്ള CITU നേതാവ് എന്തിനാണ് സാർ അർദ്ധരാത്രി അവിടെ വന്നത്? സാർ, ഷണ്ടിംഗ് ഡ്യൂട്ടി രാവിലെ 8 മണിക്ക് അവസാനിക്കുന്ന ഷണ്ടിംഗ് ഡ്യൂട്ടി ആ ഡ്രൈവറെ മാറ്റി വേറൊരു അജയൻ എന്ന് പറഞ്ഞൊരു CITU നേതാവ് രാത്രി 12 മണിക്ക് ഷണ്ടിംഗ് ബസ്സിൽ കയറിയത് എന്തിനാണ് സാർ? സാർ, ആ CNG നിറയ്ക്കാൻ പുനലൂർ ഡിപ്പോയിലുള്ള CITU നേതാവ് പോയതിന്റെ വീഡിയോ ഉണ്ട്. മന്ത്രിയുടെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു INTUC-കാർ ഇത് നശിപ്പിച്ചത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ നേരിട്ട് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പോയി
കൊട്ടാരക്കര ഡിപ്പോയിൽ പോയി. അവരെല്ലാം പറയുന്നത് ഇവർ ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല എന്നാണ്. അവിടെ സംശയാസ്പദമായ രീതിയിൽ CIT നേതാക്കൾ അർദ്ധരാത്രി ആ ഡിപ്പോയിൽ പോലും ഇല്ലാത്ത CIT നേതാക്കൾ എന്തിന് അവിടെ ഉണ്ടായിരുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കണം. ഇവിടെ മന്ത്രിയുടെ സ്വന്തം സ്ഥലത്ത് ഈ സംഭവം നടന്നിട്ട് 6 മണിക്കാണ് KSRTC ഇത് അറിയുന്നത്. 5 മണിക്ക് തന്നെ CIT നേതാവ് കൊല്ലത്തെ ഒരു ചാനലിലേക്ക് വിളിച്ചറിയിക്കുകയാണ്. 85 47 85 22 13 എന്ന നമ്പറിൽ നിന്ന് വിളിച്ചറിയിക്കുകയാണ്. ഇതെങ്ങനെയാണ് CIT നേതാക്കൾ നേരത്തെ അറിയുന്നത്? സാർ, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തും. മന്ത്രിയും CITയെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കുള്ള പങ്ക് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾ നേരിട്ട് അന്വേഷണം നടത്തും. അത് കോടതി വഴി എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, അങ്ങയുടെ സമയം കഴിഞ്ഞു. ഞാൻ ഒരു വാക്കുണ്ട് അവസാനം. CPMന്റെ സമ്മേളനം ഒറ്റ കാര്യമുള്ളൂ. CPM പറയുന്നു കോൺഗ്രസിന് ഒരു സമ്മേളനം നടത്തിയാൽ ക്രമസമാധാനം തകർന്നു പോകുമെന്ന് ഇവിടെ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയും. സാറേ, കൺക്ലൂഡ് ചെയ്യണം, സമയം കഴിഞ്ഞു. സാർ, ഒരു സമ്മേളനം കോട്ടയത്ത് ഒരു സമ്മേളനം നടന്നു. അവിടെ ഇന്നത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സെക്രട്ടറി നടത്തിയ ഒരു അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത്. അച്ചടക്കം പാലിച്ചിരിക്കാൻ കഴിയണം. കമ്മ്യൂണിസ്റ്റുകാരന്റെ ആവേശമായിരിക്കണം. കള്ളുകുടിയന്റെ ആവേശമായിട്ട് മാറരുത്. അകത്തുള്ള കള്ളിന്റെ ആവേശമല്ല പുറത്തെടുക്കേണ്ടത്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആവേശമാണ് വേണ്ടത്. എന്താ നിങ്ങൾ ഇവിടെ കാണിച്ചത്? ഇങ്ങനെയാണോ സമ്മേളനം നടത്തേണ്ടത്? 19 ആളുകൾ